ഗുഡ് ആഫ്റ്റർനൂൺ. മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ ഭാഗമായിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതെല്ലാമാണ്, കൂടാതെ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ട് അതിലെ കട്ടിംഗ് സ്പീഡ് എന്താണ്, അതുപോലെ തന്നെ ഫീഡ് എന്താണ്, അതുപോലെ ഡെപ്ത് ഓഫ് കട്ട് എന്താണ്. മൂന്നും നിങ്ങൾക്ക് അറിയുന്നതാണ്. ബട്ട് നമ്മൾ ഓരോ മെഷീനിങ് പ്രോസസ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ മെഷീനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കട്ടിംഗ് സ്പീഡിനെയും അതുപോലെ തന്നെ ഫീഡിനെയും അതുപോലെ ഡെപ്ത് ഓഫ് കട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നും കൂടി ഡിഫൈൻ ചെയ്യുകയാണ്. അത് ഓരോ പ്രോസസ്സിനനുസരിച്ചും എന്ത് ചെയ്യും, അതിൻ്റെ ഡെഫിനിഷൻസിൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിൽ എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഏതെല്ലാമാണ് ഡ്രില്ലിംഗ് മെഷീൻ ഓപ്പറേഷൻസ് എന്നുള്ളത് നോക്കാം. So drilling is the primary operation performed in a drilling machine. A number of similar operations are also performed on holes using different tools. അപ്പോൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന അതാണ് നമ്മുടെ പ്രൈമറി ഓപ്പറേഷൻ നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോളിൽ അത് കൂടാതെ ഈ ഡ്രില്ലിംഗ് അല്ലാതെ ഡിഫറെൻ്റ് രൂപത്തിലുള്ള ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഹോളിൽ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പ്രൈമറി പ്രോസസ്സ് എന്താണ്, ഡ്രില്ലിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോസസ്സാണ് റീമിങ്, അതുപോലെ ബോറിങ്, കൗണ്ടർ ബോറിങ്, കൗണ്ടർ സിങ്കിങ്, സ്പോട്ട് ഫേസിങ്, ടാപ്പിംഗ്, ട്രിപ്പാനിങ്, ലാപ്പിംഗ്, ഗ്രൈൻഡിങ്. ഈ 10ഓളം പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രില്ലിംഗ് മെഷീനിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷനാണ്. ഡ്രില്ലിങ്ങിന് പുറമേ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസാണ് ഇതൊക്കെ. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമുക്ക് എന്തുണ്ടായിരിക്കും, ഡ്രില്ലിംഗ് മെഷീനിൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു റൊട്ടേറ്റിംഗ് സ്പിൻഡിലുണ്ട്. ആ റൊട്ടേറ്റിംഗ് സ്പിൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡ്രിൽ ബിറ്റിനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സോക്കറ്റോ സ്ലീവോ ഡ്രിൽ ചക്കോ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനെ ഫിക്സ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിലിണ്ടറിക്കൽ ഹോൾസ്. ഓക്കെ, സിലിണ്ടറിക്കൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്ങനെ, ബൈ റിമൂവിങ് ദ മെറ്റൽ ബൈ എ റൊട്ടേറ്റിംഗ് എഡ്ജ് ഓഫ് ദ കട്ടിംഗ് ടൂൾ കാൾഡ് ദ ഡ്രിൽ. ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ, മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട്. എന്തുപയോഗിച്ചിട്ടാണ് ആ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നത്, നമുക്കൊരു റൊട്ടേറ്റിംഗ് ടൂൾ ഉണ്ട്, റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂൾ ഉണ്ട്. ആ കട്ടിംഗ് ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഡ്രില്ലാണ്. ആ ഡ്രില്ല് എന്ത് ചെയ്യാണ്, ആ റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നമ്മുടെ വർക്ക് പീസിലേക്ക് ഫീഡ് ചെയ്തിട്ട് അതിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് സിലിണ്ടറിക്കൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡ്രില്ലിംഗ്. അപ്പോൾ നമ്മൾ ഡ്രില്ലിങ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, എക്സാക്റ്റ് ഏതാണ് നമുക്ക് പൊസിഷൻ എന്നുള്ളത്, ഏതാ ലൊക്കേഷനിലാണ് വർക്ക് പീസിൽ ഡ്രില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, അത് നമ്മൾ മാർക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ അത് മാർക്ക് ഔട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ, ഇപ്പോൾ ഇതൊരു വർക്ക് പീസാണെന്ന് വിചാരിക്കാം, നമുക്കിപ്പോൾ ഇവിടെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം ഇവിടെയാണ് നമുക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 2 പെർപെൻഡിക്കുലർ ലൈൻസ് പാസ് ചെയ്ത് വിടും. ആ പെർപെൻഡിക്കുലർ ലൈൻസ് മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ എന്ത്, സെൻറ്റർ പോയിൻ്റ്, ഡ്രില്ല് ചെയ്യേണ്ട സെൻറ്റർ പോയിൻ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും വലിയൊരു ഡയമീറ്ററുള്ള സർക്കിളാണ്, ഒരു ഹോളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആക്സിസ് രണ്ടും ഇങ്ങനെ വരച്ചിട്ട് അത് രണ്ടും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരിക. ആ സെൻറ്റർ പോയിൻ്റ് അങ്ങനെ മാർക്ക് ചെയ്യണം. 2 പെർപെൻഡിക്കുലർ ലൈൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രൈബേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെൻറ്റർ പോയിൻറ്റിൽ എന്ത് ചെയ്യണം, പഞ്ച് ചെയ്യണം. സെൻറ്റർ പഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഡ്രിൽ ബിറ്റിൻ്റെ ഈ പോയിൻ്റ് കാണാം, ഡ്രിൽ ബിറ്റിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് എന്ത് ചെയ്യണം, ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ സെൻറ്റർ പോയിൻറ്റിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, വന്ന് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
ഡ്രില്ലിങ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാതെങ്കിൽ എന്ത് ചെയ്തില്ല, അവിടെ പ്രോപ്പറായിട്ടൊരു സീറ്റിംഗ് നമ്മൾ ആൾറെഡി ഇവിടെ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ സീറ്റിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോള് ഇവിടെ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഹോള് എന്ത് ചെയ്യുക, ആ സ്റ്റാർട്ടിങ് ആക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിട്ടില്ല. ചിലപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന ഹോളിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ സെൻറ്റർ പോയിൻ്റൊക്കെ എന്ത് ചെയ്യാം, മാറിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇഫ് നമ്മളവിടെ സെൻറ്റർ പഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് എന്ത് ചെയ്യും, സെൻറ്റർ പഞ്ച് ഉപയോഗിച്ചിട്ട് പഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോയിൻ്റ് എന്ത് ചെയ്യുക, ഈ പോയിൻ്റ് നമ്മുടെ ഡ്രില്ലിൻ്റെ ഈ പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് മെഷീൻ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. സോ എന്നാലും ദ ആക്യുറസി ആൻഡ് സർഫസ് ഫിനിഷ് ഓഫ് ഡ്രിൽഡ് ഹോൾസ് ആർ പുവർ. നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഹോൾസിൻ്റെ ആക്യുറസി എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സർഫസ് ഫിനിഷ് എന്ന് പറയുന്നതും എന്താണ്, അത് താരതമ്യേന കുറവാണ്. അത് നമുക്ക് വേണ്ടത്ര ഡിസൈഡ് എന്ത് ചെയ്യില്ല, സർഫസ് ഫിനിഷോ ആക്യുറസി ഒന്നും ചിലപ്പോൾ നമുക്ക് ഡ്രില്ലിങ്ങിൽ കിട്ടത്തില്ല. അത് നോർമലി എന്താണ്, പുവറാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു ഓപ്പറേഷൻ അവിടെ വരുന്നത്. അപ്പോൾ ഡ്രില്ലിങ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്തത് എന്തായാലും നമുക്കിപ്പോൾ ആ ഒരു സൈസിലുള്ള ഹോളാണ്, നമ്മളൊരു പർട്ടിക്കുലർ ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്തു. അത് നമുക്ക് പ്രോപ്പർ സർഫസ് ഫിനിഷിലും പ്രോപ്പർ ആക്യുറസിയിലും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് അത് ചെയ്യാം, അത് ആക്യുറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്, റീമിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീമിങ് വിച്ച് ഈസ് ആൻ ആക്യുറേറ്റ്, ഇവിടെ 2 C ആണ്, മാറിപ്പോയതാണ്. വിച്ച് ഈസ് ആൻ ആക്യുറേറ്റ് വേ ഓഫ് സൈസിങ് ആൻഡ് ഫിനിഷിങ് എ ഹോൾ ദാറ്റ് ഹാസ് ബീൻ പ്രീവിയസ്ലി ഡ്രിൽഡ് ബൈ എ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ നോൺ ആസ് റീമർ. അപ്പോൾ ആൾറെഡി നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ച ഹോള് നിങ്ങൾക്കറിയാം, നമുക്ക് ഡ്രില്ലിങ് വഴി കിട്ടുന്ന ഹോളിൻ്റെ സർഫസ് ഫിനിഷും ആക്യുറസി എന്ന് പറയുന്നത് അത്ര ഗുഡ് കണ്ടീഷൻ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും, ഒരു മോഡറേറ്റ് ടു ഹൈ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഹൈ സർഫസ് ഫിനിഷും ആക്യുറസിയും വേണ്ടി വരും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡ്രില്ലിങ് കഴിഞ്ഞതിന് ശേഷം റീമിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ റീമിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തിനാണ് ചെയ്യുന്നത്, ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിനെ ആക്യുറേറ്റ് ആയിട്ട് സൈസ് ചെയ്യാനും അതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ചെയ്യാനും അതിൻ്റെ സർഫസ് ഫിനിഷ് പ്രോപ്പറായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീമിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. ഒരു മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂള് ഡ്രിൽ ബിറ്റിൻ്റെ അതേപോലത്തെ തന്നെ ഒരു മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. ആ മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ റീമിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളിനെ വിളിക്കുന്ന പേരെന്താണ്, റീമർ. എന്താണ്, റീമർ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ റീമർ നമ്മുടെ ഡ്രിൽ സ്പിൻഡിലിൽ എന്ത് ചെയ്യും, ഫിറ്റ് ചെയ്യും. അപ്പോൾ ഡ്രിൽ സ്പിൻഡിലിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം 3-4 ടൂൾ ഹോൾഡിങ് ഡിവൈസസ് ഉണ്ട്. അതിൽ ഏത് ടൂൾ ഹോൾഡിങ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റീമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ച ഹോള് എന്ത് ചെയ്യും, ഫർദർ അതിൻ്റെ സൈസിങ് ആക്യുറേറ്റ് ആയിട്ട് സൈസും ചെയ്യും, അതുപോലെ സർഫസ് ഫിനിഷും ചെയ്യും. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫർദർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കറിയാം ഡ്രില്ല് ചെയ്ത് വെച്ചാൽ ഗുഡ് സർഫസ് ഫിനിഷോ അല്ലെങ്കിൽ ആക്യുറേറ്റ് സൈസിലോ സാധനം കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ഈ ഒരു 12 mm ഹോളാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, 12 mm ബിറ്റ് ഉപയോഗിക്കില്ല. ഓക്കെ, 12 mm ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്യില്ല. ഇതിനെക്കാട്ടും കുറഞ്ഞ സൈസിൽ, തൊട്ടടുത്ത് കുറഞ്ഞ ഒരു സൈസിലുള്ള മേ ബി 11.5 mm ബിറ്റ് ഉണ്ടെങ്കിൽ, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, 11.5 mm ബിറ്റ് ഉണ്ടെങ്കിൽ ആ 11.5 mm ബിറ്റ് ആവും നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ 11.5 mm ബിറ്റ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോൾ എന്ന് പറയുന്നത് 12 mm വേണ്ടത്, പക്ഷേ കിട്ടുന്ന എത്രയായിരിക്കുക, 11.5 mm. ചെറുതായിട്ട് ജസ്റ്റ് ഒരു ഓവർ സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ 11.5-ലാണെങ്കിലും നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 11.6, 11.7 ഒക്കെ എന്ത് ചെയ്യാം, ഹോളിൻ്റെ സൈസ് വരാം.
അപ്പോൾ എന്നാലും എന്തുണ്ട് 12 mm ആയിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, അപ്പോഴും അണ്ടർ സൈസ് ആയിട്ടാണ് നമ്മുടെ ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമുക്ക് വേണ്ട ഡിസൈഡ് സൈസിനെക്കാട്ടും താഴെയുള്ള സൈസിലാണ് ഹോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്ത് ചെയ്യണം, ആ ഹോൾ 12 mm കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ആക്യുറേറ്റ് ആയിട്ട് സൈസ് കിട്ടും വേണം, അതിൻ്റെ സർഫസ് ഫിനിഷ് പ്രൊഡ്യൂസ് ചെയ്യും വേണം. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മെറ്റീരിയൽ വേണം അല്ലേ, വേണ്ടേ, മെറ്റീരിയൽ വേണം. അപ്പോൾ ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുമ്പോൾ അതൊരിക്കലും ആദ്യം തന്നെ നമ്മൾ 12 mm ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിനെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒബിവിയസ്ലി അത് എന്ത് ചെയ്യും, 12 mm മുകളിലേ പോവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ഡ്രില്ല് ചെയ്യുന്ന ഹോള് എന്ന് പറയുന്നത് എപ്പോഴും അണ്ടർ സൈസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രില്ല് ചെയ്യുക. ഓക്കെ, അണ്ടർ സൈസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഡ്രില്ല് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റീമിങ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർ സൈസിലാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഡ്രില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീമർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈഡ് സൈസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, സോ റീമർ കനോട്ട് ഒറിജിനേറ്റ് എ ഹോൾ. റീമറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹോള് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡ്രില്ലാണ്. റീമറിന് ഒരിക്കലും ഒരു ഹോള് ക്രിയേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തേ സിമ്പിളി ചെയ്യുന്നുള്ളൂ, ഇറ്റ് സിമ്പിളി ഫോളോസ് ദി പാത്ത് വിച്ച് ഹാസ് ബീൻ പ്രീവിയസ്ലി ഡ്രിൽഡ് ആൻഡ് റിമൂവ്സ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റൽ. ഓക്കെ, ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിൻ്റെ പാത്ത് ഏതാണോ, ആൾറെഡി പ്രീവിയസ്ലി നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിൻ്റെ പാത്ത് ഏതാണോ അതേ പാത്ത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ റീമർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് കട്ടിങ് ആക്ഷൻ നടക്കും. അല്ലാതെ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ റീമർ എന്ന് പറയുന്ന കട്ടിംഗ് ടൂളിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഹോളിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിന് കഴിയില്ല. ഓക്കെ, സോ അതാണ് റീമിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ റീമിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ആഫ്റ്റർ ഡ്രില്ലിങ് നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ആക്യുറേറ്റ് സൈസിങ് ആൻഡ് ഫിനിഷിംഗ് ഓഫ് എ ഹോൾ ദാറ്റ് ഹാസ് ബീൻ പ്രീവിയസ്ലി ഡ്രിൽഡ്. ഓക്കെ, ഓർത്തിരിക്കുക. റീമിങ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡ്രില്ലിങ്ങിൻ്റെ അത്ര സ്പീഡ് എന്തിനുണ്ടാവില്ല, ഡ്രിൽ ബിറ്റിൻ്റെ അതേ സ്പീഡ് അല്ലെ, ആ സ്പീഡ് നമ്മുടെ സ്പിൻഡിലിൻ്റെ ആ റൊട്ടേഷൻ സ്പീഡ് ഉണ്ടല്ലോ, അത്രയും സ്പീഡിലായിരിക്കില്ല നമ്മുടെ റീമിങ് നടത്തുക. റീമിങ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും അതിനെക്കാട്ടും വളരെ കുറഞ്ഞ ഒരു സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റീമിങ് നടത്താറ്. നെക്സ്റ്റ് വണ്ണാണ്, അടുത്തൊരു ഓപ്പറേഷനാണ് ബോറിങ്. ഫിഗർ നോക്കാം. ഇതാണ് വർക്ക് പീസ്. നിങ്ങൾ നോക്കുക, ബോറിംഗ് ടൂള്, ഒരു ബോറിംഗ് ടൂളുണ്ട്. അതൊരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് എന്ത്, ബോറിംഗ് ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഡ്രില്ല് അതുപോലെ തന്നെ റീമർ, ഇവ രണ്ടും എന്താണ്, മൾട്ടി പോയിൻ്റ് ആണ്. അതിലൊന്നിൽ കൂടുതൽ കട്ടിംഗ് എഡ്ജസ് ഉണ്ട്. ഇതെന്താണ്, സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് നമ്മൾ ബോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മളൊരു ബോറിംഗ് ബാറിലാണ് എന്ത് ചെയ്തിരിക്കുക, ഈ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ ബോറിംഗ് ബാറിന് എന്തുണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞ ഷാങ്ക് ഉണ്ടായിരിക്കും, ടേപ്പർ ഷാങ്കോ സ്ട്രെയിറ്റ് ഷാങ്കോ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രിൽ സ്പിൻഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും, താഴേക്ക് ഫീഡ് ചെയ്യും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്താണത് ചെയ്യുന്നത്, ബോറിംഗ് എന്താണ് ചെയ്യുന്നത്, ബോറിംഗ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് എ ഹോൾ ബൈ യൂസിങ് എ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ. ഒരു ഹോളിനെ ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ആ ഹോളിനെ എന്ത് ചെയ്യുക, എൻലാർജ് ചെയ്യുക എന്നുള്ളതാണ് ബോറിംഗ് ഓപ്പറേഷൻ. അതിനെ വലുതാക്കുക, അതാണ് ബോറിംഗ് ഓപ്പറേഷൻ. അതിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ആ കട്ടിംഗ് ടൂൾ എന്താണ്, ഒരു ബോറിംഗ് ബാറിലാണ് ഇത് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വിച്ച് ഹാസ് എ ടേപ്പർ ഷാങ്ക്. നോർമലി എന്താണ് അതിന് പറയുന്നത്, ഈ ബോറിംഗ് ബാറിന് ഒരു ടേപ്പർ ഷാങ്കാണ് ഉണ്ടായിരിക്കുക. ടു ഫിറ്റ് ഇൻ ടു ദി സ്പിൻഡിൽ സോക്കറ്റ്, സ്പിൻഡിലിൻ്റെ സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്പിൻഡിലിൻ്റെ സോക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേപ്പർ ഷാങ്ക് ആയിരിക്കും ഈ ബോറിംഗ് ബാറിന് ഉണ്ടായിരിക്കുക എന്ന് ഓർത്തിരിക്കാം. സോ ഇവിടെ നമ്മൾ റീമിങ് പറഞ്ഞ സമയത്ത് റീമിങ് എന്താ ചെയ്യുന്നത്, കറക്റ്റ് ഈ പറയുന്ന ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിൻ്റെ ആ ഒരു പാത്ത് അങ്ങോട്ട് അതേപടി ഫോളോ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, റീമിങ് ചെയ്യുന്നത്. അപ്പോൾ റീമിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ ഡ്രില്ലിൻ്റെ നമുക്ക് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ അല്ല അപ്പം നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ല അങ്ങനെയല്ല നിങ്ങൾ ഡ്രില്ല് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ പ്രോപ്പർ ലൊക്കേഷനിലല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, റീമിങ് ചെയ്യുന്നു. അങ്ങനെ റീമിങ് ചെയ്ത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലൊക്കേഷൻ എന്ത് ചെയ്യില്ല, റീമിങ് കറക്റ്റ് ചെയ്യില്ല. ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ആ ഹോളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനേ ആർക്ക് കഴിയുള്ളൂ, റീമിങ്ങിന് കഴിയുള്ളൂ. അത് ഏത് ലൊക്കേഷനിലാണോ അത് ഇരിക്കുന്നത് ആ ലൊക്കേഷനിൽ മാറ്റം വരുത്താൻ ആർക്ക് കഴിയില്ല, റീമിങ്ങിന് പോസിബിൾ അല്ല. കാരണം അത് ഫോളോ ചെയ്യുന്നത് അതേ പാത്ത് തന്നെയാണ്, ആ ഹോളിൻ്റെ അതേ പാത്താണ്. എന്നാൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറിങ് വഴി മറികടക്കാൻ കഴിയും. കാരണം ബോറിങ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിൻ്റെ അതേ പാത്ത് ഫോളോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ബോറിംഗ് ടൂൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ബോറിംഗ് ടൂൾ എന്ത് ചെയ്യാണ്, അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഉണ്ടായിരിക്കും. ആ പാത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ടാണ് ആ ബോറിംഗ് ടൂൾ എന്ത് ചെയ്യുക, ഇതിലൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫീഡ് ചെയ്തിട്ട് നമ്മളെ ഹോളിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കട്ടിങ് ആക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോറിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മളിപ്പോൾ ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇപ്പോൾ ജസ്റ്റ് ഒരു mm മാറിയിട്ടാണ് നമ്മൾ സെൻറ്റർ ഡ്രില്ല് ചെയ്ത് വെച്ച് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ മാറിയല്ലോ. അപ്പോൾ ആ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോറിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ബോറിംഗ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ്, കാരണം അത് ഫോളോ ചെയ്യുന്നത് അതിൻ്റേതായ ആ ബോറിംഗ് ടൂളിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് പാത്തിലാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി ഹോൾ. ആ ഹോളിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അത് ആ ബോറിംഗ് ടൂള് അതിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് പാത്തിലാണ് പോകുന്നത്. എന്നാൽ റീമിംഗ് ടൂള് എക്സാക്ട്ലി ഈ പാത്ത്, ഹോളിൻ്റെ പാത്ത് ഏതാണോ അതേ പാത്താണ് അത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പോസിബിൾ അല്ല. എന്നാൽ ഇവിടെ ബോറിങ്ങിൽ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സോ അതാണ് ബോറിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ എന്താണ് ബോറിംഗ്, സിമ്പിളി ബോറിംഗ് എന്താണ്, ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഹോള് എൻലാർജ് ചെയ്യുക, ആൾറെഡി ഡ്രില്ല് ചെയ്ത് വെച്ച ഹോള് എൻലാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൗണ്ടർ ബോറിംഗ്. എന്താണ് കൗണ്ടർ ബോറിംഗ്? എന്താണ്, ഇറ്റ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് ദ എൻഡ് ഓഫ് എ ഹോൾ സിലിണ്ടറിക്കലി ബൈ എ കട്ടിംഗ് ടൂൾ കാൾഡ് കൗണ്ടർ ബോർ. ഇതും എന്ത് തന്നെയാണ്, ബോറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എൻലാർജിങ് ആണ്. എന്താണ് ബോറിങ്ങും കൗണ്ടർ ബോറിങ്ങും തമ്മിൽ വ്യത്യാസം? കൗണ്ടർ ബോറിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡെപ്ത് വരെ, അല്ലെങ്കിൽ നമുക്കിവിടെ കാണാം, ഇവിടെ ആൾറെഡി ഒരു ഹോൾ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹോളിൻ്റെ ഒരു പർട്ടിക്കുലർ ഡെപ്ത് വരെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, എൻലാർജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഹോളിൻ്റെ എൻഡിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എൻലാർജ് ചെയ്യണം, വലുതാക്കണം. അപ്പം ആ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് അത് വലുതാക്കുന്നത്, സിലിണ്ടറിക്കലാണ് കേട്ടോ. സിലിണ്ടറിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഷേപ്പ് എന്താണ്, സിലിണ്ടറിക്കലാണ്. അങ്ങനെ വലുതാക്കുന്ന അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്, കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻലാർജിങ് ദി എൻഡ് ഓഫ് എ ഹോൾ സിലിണ്ടറിക്കലി. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളിനെ പറയുന്ന പേരെന്താണ്, കൗണ്ടർ ബോർ. ഓക്കെ, ഈ കൗണ്ടർ ബോർ എന്ത് ചെയ്യും, ഇത് കടന്ന് റൊട്ടേറ്റ് ചെയ്യും, താഴോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. അപ്പോൾ പർട്ടിക്കുലർ ഡെപ്ത് വരെ അത് എന്ത് ചെയ്യും, കട്ടിങ് നടത്തും. ഇനി കറക്റ്റ് ഈ ഒരു പാത്ത് ഗൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ബോറിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടർ ബോറിൻ്റെ കട്ടിംഗ് എഡ്ജിൻ്റെ താഴെ ഭാഗത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പൈലറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പൈലറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രൊജക്ഷനാണ്. ആ പ്രൊജക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ അവസാനിക്കുന്നുണ്ടോ. ആക്ച്വലി ഹോൾ എന്തുണ്ട്, ഇതുവരെ ഉണ്ട്. ബട്ട് ഇവിടെ നിങ്ങൾക്കൊരു ലൈൻ കാണാം. ഈ ലൈൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിന് മുകളിൽ എന്തുണ്ട്, ഈ കട്ടിംഗ് ടൂൾ, ഈ നമ്മുടെ ബോറിംഗ് ടൂളിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരെന്താണ്, പൈലറ്റാണ്. ഈ പൈലറ്റ് എന്ത് ചെയ്യും, ഇതിനെ കറക്റ്റായിട്ട് ഈ ഹോളിൻ്റെ പാത്തിലൂടെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഗൈഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആ പൈലറ്റ് കൊടുത്തിരിക്കുക. അത് നമ്മൾ കൗണ്ടർ ബോറിങ്ങിൽ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുക, റീമേഴ്സിലും എന്ത് ചെയ്യാറുണ്ട്, അത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കൗണ്ടർ ബോറിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ദ എൻലാർജ്ഡ് ഹോൾ ഫോംസ് എ സ്ക്വയർ ഷോൾഡർ വിത്ത് ദി ഒറിജിനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കൗണ്ടർ ബോറിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോള് കൗണ്ടർ ബോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ആളുണ്ടായിരിക്കുക അല്ലേ. കൗണ്ടർ ബോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോള് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആൾറെഡി നമ്മളെ ഹോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിവിടെ നമ്മൾ കൗണ്ടർ ബോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത്തരം ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും. ഇങ്ങനെ ഒരു സ്പേസ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും.
അപ്പോൾ ഇത് നോക്കിക്കേ, ഈ ഹോളുമായിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ഷോൾഡർ, ഒരു സ്ക്വയർ ഷോൾഡർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹോളിനെ നോക്കുമ്പോൾ ഇവിടെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സ്ക്വയർ ഷോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ കൗണ്ടർ ബോറിങ് ചെയ്യുന്നത്, ഇത്തരം ഹോൾസിൻ്റെ എൻഡിൽ കൗണ്ടർ ബോറിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ബോൾട്ടിൻ്റെ ഹെഡ്, സ്ക്രൂവിൻ്റെ ഹെഡ്, അത്തരത്തിലുള്ള അതിൻ്റെയൊക്കെ ഹെഡുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇത്തരത്തിലുള്ള ഈ ഒരു സ്പേസിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണഗതിയിൽ കൗണ്ടർ ബോറിങ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഈസ് നെസസറി ഇൻ സം കേസസ് ടു അക്കോമഡേറ്റ് ദ ഹെഡ് ഓഫ് ബോൾട്ട്സ്, സ്റ്റഡ്സ് ആൻഡ് പിൻസ്. അതായത് ഇപ്പം നമുക്ക് കാണാം, നിങ്ങൾ ചില സമയത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബോൾട്ട് ഹെഡോ നട്ടിൻ്റെ ഭാഗമോ അതൊന്നും എന്ത് ചെയ്യരുത്, സ്ക്രൂവിൻ്റെ ഹെഡോ അതൊന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ സർഫസിൻ്റെ പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ അപകടങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഡിസൈഡ് അല്ലാത്ത കേസുകളുണ്ടായിരിക്കും. അപ്പോൾ അന്നേരം നമുക്ക് എന്താ പിന്നെ ഓപ്ഷന്, ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം കൗണ്ടർ ബോറിങ് നമ്മൾ ചെയ്യാറുണ്ട്. സോ ഈ സമയത്തും കൗണ്ടർ ബോറിങ് ചെയ്യുന്ന സമയത്തും നമ്മളെ കട്ടിംഗ് സ്പീഡ് ഓഫ് കൗണ്ടർ ബോർ എന്ന് പറയുന്നത് വിച്ച് ഈസ് 25% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ. നമ്മൾ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ്റെ കട്ടിംഗ് സ്പീഡ് എന്താണോ അതിനെക്കാട്ടും 25% കുറവായിരിക്കും എന്ത്, കൗണ്ടർ ബോറിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റീമിങ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മളെ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഡ്രില്ലിങ്ങിനെക്കാട്ടും കുറവാണ്, റീമിങ്ങിനെക്കാട്ടും കുറവാണ് നമ്മളിപ്പോൾ ബോറിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് സ്പീഡ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. സോ ഇതാണ് കൗണ്ടർ ബോറിങ്. ഫിഗർ അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ഓപ്പറേഷനാണ് കൗണ്ടർ സിങ്കിങ്. എന്താണ് കൗണ്ടർ സിങ്കിങ്? ഫിഗർ നോക്കാം. ഫിഗർ നോക്കിക്കോളും. ഇവിടെ ഒരു കട്ടിംഗ് ടൂൾ ഉണ്ട്, അതിൻ്റെ പേരെന്താണ്, കൗണ്ടർ സിങ്ക്. അത് റൊട്ടേറ്റും ചെയ്യും, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ വർക്കിലേക്ക് ആൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ച ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നത്. കൗണ്ടർ സങ്ക് ടൂൾ ഉപയോഗിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൗണ്ടർ സങ്കിങ്, അല്ലെങ്കിൽ എന്താണ് ആ ഓപ്പറേഷൻ? സിംപ്ലി ഇറ്റ്സ് ആൻ ഓപ്പറേഷൻ ഓഫ് മേക്കിംഗ് എ കോൺ ഷേപ്ഡ് എൻലാർജ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഹോൾ. അപ്പോൾ നമ്മുടെ ഒരു ഹോളിൻ്റെ എൻഡിൽ ഒരു കോൺ ഷേപ്പ്ഡ് എൻലാർജ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൗണ്ടർ സങ്കിങ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ ബോറിങ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഷേപ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഒരു കൗണ്ടർ ബോറിങ് ചെയ്ത് കഴിഞ്ഞാൽ, കൗണ്ടർ സിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹോളിൻ്റെ എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ കോൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള എൻലാർജ്മെൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഹോള് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൗണ്ടർ സിങ്കിങ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്, കൗണ്ടർ സിങ്ക്. ഓക്കെ, ദ ടൂൾ യൂസ്ഡ് ഫോർ കൗണ്ടർ സിങ്കിങ് ഈസ് കാൾഡ് എ കൗണ്ടർ സിങ്ക്. അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ്. അത് റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ. ദിസ് ഈസ് ഡൺ ടു പ്രൊവൈഡ് എ റീസസ് ഫോർ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഓർ എ കൗണ്ടർ സങ്ക് റിവറ്റ് ഫിറ്റഡ് ഇൻ ടു ദി ഹോൾ. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ ബോറിങ് എന്തിനാണ് ചെയ്യുന്നത്, ബോൾട്ട് ഹെഡ് അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ സ്റ്റഡിൻ്റെ ഒക്കെ ഹെഡുകൾ, അത്തരത്തിലുള്ള ഹെഡുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതേപോലെ തന്നെ ഇവിടെയും ഈ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ അതിൻ്റെ ഹെഡ് അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൗണ്ടർ സങ്ക് റിവറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റിവറ്റഡ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ റിവറ്റൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, മിഷൻ ഡ്രോയിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. വേരിയസ് ടൈപ്സ് ഓഫ് റിവറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ കൗണ്ടർ സങ്ക് റിവറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കൗണ്ടർ സങ്ക് റിവറ്റ് അതിൻ്റെയൊക്കെ ആ ഹെഡൊക്കെ ഈ ഒരു സ്പേസിൽ എന്ത് ചെയ്യും, ഇറങ്ങി നിൽക്കും. അപ്പോൾ അത്തരം ഹെഡുകളൊക്കെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കൗണ്ടർ സിങ്കിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഈ കൗണ്ടർ സിങ്കിങ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണല്ലോ വരുന്നത്. ഈ ഒരു ആംഗിള്, ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിള്, അത് നോർമലി വരാറ് സ്റ്റാൻഡേർഡ് കൗണ്ടർ സിങ്ക് ആംഗിൾ എന്ന് പറയുന്നത് നോർമലി വരാറ് 60 ഡിഗ്രി അല്ലെങ്കിൽ 82 ഡിഗ്രി ഓർ 90 ഡിഗ്രിയാണ് വരാറുള്ളത്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ എന്തുണ്ടായിരിക്കുക, ഈ കൗണ്ടർ സിങ്കിങ് ടൂളുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ,
ഈ കൗണ്ടർ സിങ്കിങ്ങിൻ്റെ ടൂളിൻ്റെ പ്രത്യേകത നോക്കിക്കേ, അതിലെ കട്ടിംഗ് എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോണിക്കൽ സർഫസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൗണ്ടർ സിങ്കിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ ഓപ്പറേഷനും എന്താണ് അത് മറ്റേതിൽ നിന്ന് വ്യത്യാസം എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കണം വിത്ത് ഫിഗർ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, സ്പോട്ട് ഫേസിങ്. എന്താണ് സ്പോട്ട് ഫേസിങ്? സ്പോട്ട്, ഒരു പർട്ടിക്കുലർ സ്പോട്ട് ഫേസിങ്, അത്രേ ഉള്ളൂ സ്പോട്ട് ഫേസിങ്. ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിങ് ദ സർഫസ് അറൗണ്ട് എ ഹോൾ ഫോർ സീറ്റ് ഫോർ എ നട്ട് ഓർ ദി ഹെഡ് ഓഫ് എ സ്ക്രൂ. എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിങ് ദ സർഫസ് അറൗണ്ട് എ ഹോൾ ഫോർ സീറ്റ് ഫോർ എ നട്ട് ഓർ ദ ഹെഡ് ഓഫ് എ സ്ക്രൂ. നമുക്കിപ്പോൾ ഒരു നിങ്ങൾ കണ്ടു, നമുക്കൊരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കാം, ആൾറെഡി ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഹോളുണ്ട്. ഈ ഹോളിൻ്റെ ഇപ്പോൾ കൗണ്ടർ ബോറിങ് നിങ്ങൾ പഠിച്ചു. കൗണ്ടർ ബോറിങ് ആണെങ്കിൽ ആ എൻഡ് ഓഫ് ദ ഹോൾ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്യുന്നു. കൗണ്ടർ സിങ്കിങ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അല്ലേ, കോണിക്കൽ ഷേപ്പിൽ എൻലാർജ് ചെയ്യുന്നു. അവിടെയൊക്കെ എൻലാർജ്മെൻ്റ് ആണ് നടത്തുന്നത്. എന്നാൽ സ്പോട്ട് ഫേസിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? സ്പോട്ട് ഫേസിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഈ ഹോൾ കാണുന്ന റീജിയൻ്റെ തൊട്ടടുത്തുള്ള സർഫസ്, അതായത് ഇതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സർഫസ്, ഇതാണല്ലോ ഹോള്. ഈ ഹോളിൻ്റെ ഈ ഭാഗത്ത് വരുന്ന, ഇതിന് ചുറ്റുഭാഗം വരുന്ന കുറച്ച് സർഫസ് ഉണ്ട്. ആ സർഫസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കുറച്ച് ഡെപ്തിൽ, വളരെ മൈന്യൂട്ട് ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് അവിടെ ഒന്ന് മെറ്റീരിയലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് സ്മൂത്താക്കി ഒന്ന് സ്ക്വയർ ചെയ്ത് കറക്റ്റ് ഫിനിഷൊക്കെ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സർഫസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഈ നട്ടിൻ്റെ ഹെഡോ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഹെഡോ അതിനൊക്കെ ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതിനെ കവർ ചെയ്യില്ല, അതിന് കംപ്ലീറ്റ് എന്ത് ചെയ്യില്ല, കവർ ചെയ്യില്ല. അതായത് ഹെഡിനെ കവർ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂവിൻ്റെ ഹെഡ് ഉണ്ടാവും, ബോൾട്ടിൻ്റെ ഹെഡ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ ഹെഡ് ആണെങ്കിലോ അതിനെ കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്പോട്ട് ഫേസിങ് ചെയ്യുന്നത്. അതിന് ഒരു സീറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഹെഡിന് ഒരു പ്രോപ്പർ സീറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഹോളിൻ്റെ ചുറ്റുഭാഗത്ത് എന്ത് ചെയ്യും, ഒന്ന് സ്മൂത്തിങ് ചെയ്യും. സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിങ്, അതായത് ജസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് അവിടെ സ്മൂത്താക്കി കറക്റ്റ് സ്ക്വയർ ആക്കി എന്ത് ചെയ്യും, ആ സർഫസ് ഒന്ന് ഫിനിഷ് ചെയ്യും അറൗണ്ട് ദി ഹോൾ. എന്തിനു വേണ്ടിയിട്ട്? ഈ നട്ടിനെയും അതുപോലെ തന്നെ സ്ക്രൂ ഹെഡിനെയും കറക്റ്റായിട്ടൊന്ന് സീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പോട്ട് ഫേസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് സ്പോട്ട് ഫേസിങ് ടൂൾ ഇവിടെ കാണാം. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ താഴോട്ട് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടാവും, ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഇത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ബാർന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ആ രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ നട്ട് ബോൾട്ടിൻ്റെ ഹെഡോ അല്ലെങ്കിൽ സ്ക്രൂ ഹെഡോ എന്ത് ചെയ്യാൻ, കറക്റ്റായിട്ട് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, കൗണ്ടർ ബോറിങ്ങോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ സീറ്റിങ് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് ആ കംപ്ലീറ്റ് ഹെഡിനെയും നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, കവർ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. സ്പോട്ട് ഫേസിങ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്നല്ലെങ്കിൽ കൗണ്ടർ ബോർ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കൗണ്ടർ ബോർ ടൂൾ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്പോട്ട് ഫേസിങ് ടൂളുകൾ എന്ത് ചെയ്യാം, നമുക്ക് എംപ്ലോയ് ചെയ്യാം ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഈ സ്പോട്ട് ഫേസിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, റിവേഴ്സ് കൗണ്ടർ ബോറിങ്. എന്താണ് റിവേഴ്സ് കൗണ്ടർ ബോറിങ് എന്ന പേരിലും എന്ത് ചെയ്യാറുണ്ട്, സ്പോട്ട് ഫേസിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ടാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് വാട്ട് ഈസ് ടാപ്പിംഗ് എന്നുള്ളത്. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് ഇൻറ്റേർണൽ ത്രെഡ്സ് ബൈ മീൻസ് ഓഫ് എ കട്ടിംഗ് ടൂൾ കാൾഡ് എ ടാപ്പ്. നമ്മുടെ ഇൻറ്റേർണൽ ഹോൾസിൽ ത്രെഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ ത്രെഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ടാപ്പിംഗ് എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാരാണ്, അയാൾ പറയുന്ന പേരെന്താണ്, ടാപ്പ്. അപ്പോൾ ഈ ടാപ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രിൽ സ്പിൻഡിലിൽ ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ തന്നെ താഴോട്ട് അഡ്വാൻസ് ചെയ്യും, ദാറ്റ്സ് ഫീഡ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് കട്ട് ചെയ്യും. ഈ ഒരു ടാപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഒരു സിമ്പിളി ഒരു ബോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ കുറേ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ എന്ന് പറയുന്നത് സ്ക്രൂ ത്രെഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ത്രെഡ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ത്രെഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? അത് വളരെ എന്തായിരിക്കും? ഹാർഡ്നെസ് കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് അതേ ഫോമിൽ എന്ത് ചെയ്യും? ഇവിടെ ത്രെഡ്സ് എന്ത് ചെയ്യും? ഈ ഹോൾസിൻ്റെ ഉള്ളിൽ ത്രെഡ്സ് എന്ത് ചെയ്യും? അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ടാപ്പിംഗ്. നെക്സ്റ്റ് വൺ ആണ് ട്രിപ്പാനിങ് എന്ന് പറയുന്നത്. Trepanning, it is the operation of producing a hole by removing metal along the circumference of a hollow cutting tool. Along the circumference of a hollow cutting tool. ഹോള് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ട്രിപ്പാനിങ്ങിൻ്റെയും ഉദ്ദേശം. അത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ച ടൂളുകളെല്ലാം എന്തായിരുന്നു? സോളിഡ് ടൂളുകളായിരുന്നു. അതെല്ലാം സോളിഡ് ആയിരുന്നു. അതിന് പുറത്തായിരുന്നു നമ്മളെ കട്ടിങ് എഡ്ജസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? അതിന് സറൗണ്ടിങ്, അതിന് പെരിഫറിയിൽ നമ്മൾ കട്ടിങ് എഡ്ജസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. എന്നാൽ ട്രിപ്പാനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഹോളോ കട്ടിങ് ടൂളാണുള്ളത്. എന്താണ്? ഹോളോ കട്ടിങ് ടൂളാണ് ഉള്ളത്. ആ കട്ടിങ് ടൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? സർക്കംഫറൻസിലാണ്. അതിൻ്റെ സർക്കംഫറൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ആ കട്ടിങ് ടൂള് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും? അതങ്ങനെ സർക്കംഫറൻസിലൂടെയുള്ള മെറ്റീരിയൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിമൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കപ്പോൾ ഇപ്പോൾ നേരത്തെ കണ്ട ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഈ ഒരു ടാപ്പിംഗ് അല്ല, ഡ്രില്ലിങ് ആണല്ലോ നമ്മളെ മേജർ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് കട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻ ദ ഫോം ഓഫ് ചിപ്സിൽ അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ട്രിപ്പാനിങ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രിപ്പാനിങ് ടൂള് കാണാം. ഈ ടൂള് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആണോ ഈ ടൂള് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഈ കാണുന്ന ഇത്രയും ഏരിയയിലുള്ള മെറ്റീരിയൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പോവുള്ളൂ. അല്ലാതെ ഈ പറയുന്ന മെറ്റീരിയലൊന്നും എന്ത് ചെയ്യില്ല, ചിപ്പായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ റിമൂവ് ആവുന്നില്ല. ഇവിടെ ഈ കട്ടിംഗ് ടൂൾ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിലുള്ള കുറച്ച് മെറ്റീരിയൽ മാത്രമേ ചിപ്പ് ഫോമിൽ പോവുള്ളൂ. ദാറ്റ് മീൻസ് ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു ഹോളാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഈ മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും? ചിപ്പ് ഫോമിൽ പോകും. എന്നാൽ ട്രിപ്പാനിങ് ചെയ്യുന്ന സമയത്ത് ഈ സർക്കംഫറൻസിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കട്ടിംഗ് ടൂൾ പാസ് ചെയ്തിട്ട് അവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാക്സിമം എന്ത് ചെയ്യുള്ളൂ? കുറച്ച് ഇത്ര ഏരിയയിലുള്ള ഇത് എന്ത് ചെയ്യുള്ളൂ? മെറ്റീരിയൽ അവിടെ എന്ത് ചെയ്യുള്ളൂ? റിമൂവ് ആയി പോവുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? ഇത്രയും പീസ് നമുക്ക് എന്ത് ചെയ്യും? വേസ്റ്റ് ആണെങ്കിലും നമുക്കത് ചിപ്പ് ഫോമിൽ എന്തെയില്ല. ചിപ്പ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അത് റീയൂസബിൾ അല്ല, പെട്ടെന്ന് റീയൂസബിൾ ആയിട്ടുള്ള ഒരാളല്ല. എന്നാൽ ഇത് നമുക്ക് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള സോളിഡ് പീസായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അതായത് മെറ്റീരിയൽ വേസ്റ്റേജ് ഇവിടെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചിപ്പ് ഫോമിലുള്ള മെറ്റീരിയൽ വേസ്റ്റേജ് ട്രിപ്പാനിങ്ങിൽ കുറവാണ്. ഓക്കെ, സോ ഇത് നമ്മൾ നോർമലി ട്രിപ്പാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് പെർഫോംഡ് ഫോർ പ്രൊഡ്യൂസിങ് ലാർജ് ഹോൾസ്. വലിയ ഹോൾസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രിപ്പാനിങ് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പാനിങ്ങിൻ്റെ ഡെഫിനേഷൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊഡ്യൂസിങ് എ ഹോൾ ബൈ റിമൂവിങ് എ മെറ്റൽ എലോങ് ദ സർക്കംഫറൻസ്. ഓക്കെ, സർക്കംഫറൻസിൻ്റെ എലോങ്ങിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നുള്ളൂ ഓഫ് എ ഹോളോ കട്ടിംഗ് ടൂൾ. മെറ്റൽ എലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ ഹോളോ കട്ടിംഗ് ടൂൾ. ഒരു ഹോളോ കട്ടിംഗ് ടൂളിൻ്റെ സർക്കംഫറൻസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഹോളോ ആയിട്ടുള്ളൊരു പീസാണ്. അതിൻ്റെ സർക്കംഫറൻസിലാണ് നമ്മുടെ കട്ടിംഗ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഹാർഡൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അവിടെയും കൊടുത്തത്. കട്ടിംഗ് എഡ്ജസ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി കറക്റ്റ് സർക്കംഫറൻസിലൂടെ മാത്രം എന്ത് ചെയ്യുന്നു? കട്ടിംഗ് ആക്ഷൻ നടക്കുന്നു. നമുക്കതിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും.
ഇതിപ്പോൾ ഒരു ട്രിപ്പാനിങ് ഓപ്പറേഷനാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഹോളോ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇതെന്താണ്, ഇതിങ്ങനെ കടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ കട്ട് ചെയ്യുന്നത് ഒരു ഷീറ്റ് മെറ്റലാണ്. ഓക്കെ, ഒരു ഷീറ്റാണ് അവിടെ കട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ വലിയ സൈസിലുള്ള ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ട്രിപ്പാനിങ്ങിൻ്റെ ഉദ്ദേശം. വിത്ത് മിനിമം എന്താണ്, അവിടെ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് എന്ന് പറയുന്നത് വളരെ മിനിമമാണ്. ഇൻ ദ ഫോം ഓഫ് ചിപ്പായിട്ട് അത് വേസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഇതിലും എല്ലാ മെറ്റീരിയലിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ മെറ്റീരിയൽസിലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നോർമലി ഇവ യൂസ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽസിൽ ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് തിക്നെസ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിലാണ് ഇത് ഒന്നും കൂടി എന്തുള്ളത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇതങ്ങനെ കട്ടിങ് ആക്ഷൻ എന്ത് ചെയ്യും, നടന്നുകൊണ്ടേയിരിക്കും. ഇനി അത് അവിടുന്ന് ആ ഷീറ്റ് അങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, നമുക്ക് ആ ഷീറ്റ് കണ്ടല്ലോ. അപ്പോൾ അവിടെ മെറ്റീരിയൽ ചിപ്പ് ഫോമിൽ എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റേജ് കുറവാണ്. സോ അതാണ് ട്രിപ്പാനിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. സോ ഡ്രില്ലിങ്ങിൽ ട്രിപ്പാനിങ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇത്രയും ഈ പറയുന്ന 8 ഓപ്പറേഷനും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം വിത്ത് ഫിഗർ. ഇനി നെക്സ്റ്റ് വണ്ണാണ്. ഇതിൽ അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. എന്താണ് ലാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ? ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് സൈസിങ് ആൻഡ് ഫിനിഷിങ് എ സ്മോൾ ഡയമീറ്റർ ഹോൾ ആൾറെഡി ഹാർഡൻഡ് ബൈ റിമൂവിങ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ബൈ യൂസിങ് എ ലാപ്പ്. ലാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കട്ടിംഗ് ടൂളാണ്. ബട്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫിനിഷിങ്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഗുഡ് സർഫസ് ഫിനിഷ്, നല്ല ക്വാളിറ്റി സർഫസ് ഫിനിഷ് വേണം. അല്ലെങ്കിൽ ക്വാളിറ്റി അത്രയും ആക്യുറേറ്റ് സൈസിൽ നമുക്ക് ഹോളിനെ കിട്ടണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ ഏരിയയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലാപ്പിംഗ് ഓപ്പറേഷനിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് വളരെ ഡയമീറ്റർ കുറഞ്ഞ സ്മോൾ ഡയമീറ്റർ ഹോൾസാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ലാപ്പിംഗ് ചെയ്യുന്നത് സ്മോൾ ഡയമീറ്റർ ഹോൾസിലാണ്. ആ ഹോൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീമിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റീമിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു സർഫസ് ഫിനിഷോ ആ ആക്യുറേറ്റ് സൈസോ കിട്ടാത്തൊരവസ്ഥ. ബിക്കോസ് ആ ഹോൾ എന്തായിരിക്കും, ആൾറെഡി എന്തായിട്ടുണ്ടായിരിക്കും, ഹാർഡൻഡ് ആയിട്ടുണ്ടായിരിക്കും. ഹാർഡൻ മീൻസ് അതിൻ്റെ ഹാർഡ്നെസ് കൂടിയിട്ട്, ഹാർഡനിങ് ഏതെങ്കിലും പ്രോസസ്സ് വഴിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഹാർഡനിങ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ഹോളാണെന്ന് വിചാരിക്കാം. അത്തരം ഹോളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ലാപ്പിംഗ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീമിങ് ചെയ്യാം. പക്ഷെ റീമിങ് ചെയ്താലും ലാപ്പിങ്ങിൻ്റെ അത്ര ആക്യുറേറ്റ് ആയിട്ടോ ഗുഡ് സർഫസ് ഫിനിഷിലോ നമുക്ക് കിട്ടത്തില്ല. പിന്നെ റീമിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൾറെഡി ഹാർഡൻ ആയിട്ടുള്ള ഒരു ഹോള്, ഏതെങ്കിലും രീതിയിൽ ഹാർഡനായി വെച്ചിട്ടുള്ള ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ വീണ്ടും ഫർദർ ഫിനിഷിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീമിങ് ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോഴാണ് ലാപ്പിംഗ് വരുന്നത്. ആ ലാപ്പിംഗ് എവിടെ പറ്റുള്ളൂ, നമുക്ക് സ്മോൾ ഡയമീറ്റർ ഹോൾസിലേ പറ്റുള്ളൂ. അപ്പോൾ വളരെ മൈന്യൂട്ട് അല്ലെങ്കിൽ വളരെ സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ലാപ്പിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റിമൂവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്തരം ഏരിയാസിലാണ് ലാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്പ് എന്ന് പറയുന്ന ടൂള് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്പിൻഡിലിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലാപ്പ് എന്ത് ചെയ്യും, അതിങ്ങനെ കടന്ന് കറങ്ങും. എങ്ങോട്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹോളിൽ വെക്കും. അപ്പോൾ ആ കറക്റ്റ് ആ ഹോളിൽ അത് ഫിറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്ന് റിവോൾവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് ഈസ് മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അതെന്ത് ചെയ്യും, ആ ഹോളിൻ്റെ അപ്പ് ടു ബോട്ടം ടു അപ്പ് വരെ എന്ത് ചെയ്യും, അതങ്ങനെ താഴോട്ട് മുകളിലോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യും. അതാണ് ലാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഗ്രൈൻഡിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഗ്രൈൻഡിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ഹോള്, ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഹാർഡൻഡ് ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക.
ആ ഹാർഡൻഡ് ഹോളിൽ ഫർദർ എന്തെങ്കിലും ഓപ്പറേഷൻ അല്ലെങ്കിൽ അത് ഒന്നും കൂടി ബെറ്റർ സൈസിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ബെറ്റർ സർഫസ് ഫിനിഷിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്, ഗ്രൈൻഡിങ് എന്നുള്ളത്. ദിസ് ഓപ്പറേഷൻ മേ ബി പെർഫോംഡ് ഇൻ എ ഡ്രില്ലിംഗ് മെഷീൻ ടു ഫിനിഷ് എ ഹാർഡൻഡ് ഹോൾ. അപ്പോൾ ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ഹോളിനെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണം. ഇവിടെ നമുക്ക് ഓൺലി സ്മോൾ ഡയമീറ്ററേ പറ്റുള്ളൂ. ആ സ്മോൾ ഡയമീറ്റർ അല്ലാത്ത കുറച്ചും കൂടി വലിയ സൈസുള്ള ഹോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ അത് ആൾറെഡി ഹാർഡൻഡ് ആണ്. അപ്പോൾ ആ ഹാർഡൻഡ് ആയിട്ടുള്ള ഹോളിനെ ഫർദർ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി ആക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് ഫിനിഷ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫർദർ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം അന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഗ്രൈൻഡിങ് വീലുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൈൻഡിങ് വീല് നമ്മുടെ സ്പിൻഡിലുമായിട്ട് എന്ത് ചെയ്യും, ഡ്രില്ലിൻ്റെ സ്പിൻഡിലും ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് കറങ്ങും. ആ സ്പിൻഡിലിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഈ ഗ്രൈൻഡിങ് വീല് കിടന്ന് കറങ്ങും ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്രൈൻഡിങ് വീലിനെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹോളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ എന്ത് ചെയ്യും, ഫെഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദ ഗ്രൈൻഡിങ് വീൽ ഈസ് മെയ്ഡ് ടു റിവോൾവ് വിത്ത് ദി സ്പിൻഡിൽ ആൻഡ് ഈസ് ഫെഡ് അപ്പ് ആൻഡ് ഡൗൺ. അത് ആ ഹോളിൻ്റെ ഉള്ളിലൂടെ താഴോട്ടും മുകളിലോട്ടും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കൂട്ടത്തിൽ അതെന്ത് ചെയ്യുന്നുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അതുപോലെ ലാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഈ 10 ഓപ്പറേഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കട്ടിംഗ് സ്പീഡാണ്. ഒരു ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് നോക്കാം. Cutting speed of a drill is defined as the peripheral speed of a point on the surface of a drill in contact with the work. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഡ്രിൽ ബിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡ്രിൽ ബിറ്റിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുക. ആ പോയിന്റിന് എന്തായിരിക്കണം, അത് ഷുഡ് ബി എന്തായിരിക്കണം, നമ്മുടെ വർക്കിൻ്റെ സർഫസുമായിട്ട് എന്തായിരിക്കണം, കോണ്ടാക്റ്റ് ആയിരിക്കണം. ആ ഒരു പോയിന്റിലുള്ള ഡ്രില്ലിൻ്റെ ഈ ഒരു പോയിന്റിലുള്ള ഡ്രില്ലിൻ്റെ പെരിഫറൽ സ്പീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് അല്ലേ, ഇതിൻ്റെ സർക്കംഫറൻസിലുള്ള ആ സർക്കംഫറൻഷ്യൽ സ്പീഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കട്ടിംഗ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഡ്രില്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൻ്റെ കട്ടിംഗ് സ്പീഡ്. അപ്പോൾ സിമ്പിളി എന്തെന്ന് നിങ്ങൾക്ക് പറയാം, നമ്മളെ ഡ്രിൽ ബിറ്റിൻ്റെ പെരിഫറൽ സ്പീഡിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്, കട്ടിംഗ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ആ പെരിഫറീൻ്റെ പ്രത്യേകത എന്താണ്, ആ പെരിഫറി ഷുഡ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് എന്തായിരിക്കണം, വർക്കുമായിട്ട് എന്തായിരിക്കണം, അത് കോണ്ടാക്റ്റിലായിരിക്കണം. അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പെരിഫറി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെരിഫറൽ സ്പീഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സർക്കംഫറൻഷ്യൽ സ്പീഡ് ഉണ്ടായിരിക്കും. ആ സ്പീഡിനെ വിളിക്കുന്ന പേരാണെന്ത്, കട്ടിംഗ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ മീറ്റേഴ്സ് പെർ മിനിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുക. മീറ്റേഴ്സ് പെർ മിനിറ്റിലാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, കട്ടിംഗ് സ്പീഡ് V is equal to pi dN/1000. പൈ നിങ്ങൾക്കറിയാം. ഡി എന്ന് പറയുന്നതാണ് നമ്മളെ ഡയമീറ്റർ ഓഫ് ഡ്രില്ല്. ഈ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ. N എന്ന് പറയുന്നത് ഈ ഡ്രില്ല് എത്ര റവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്, ഒരു മിനിറ്റിൽ എത്ര വട്ടമാണ് അത് കറങ്ങുന്നത് എന്നുള്ളത് ആണ് N എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് മച്ച് മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് കട്ടിംഗ് സ്പീഡ്. അപ്പോൾ സിമ്പിളി എന്താണ്, നമ്മളെ ഡ്രിൽ ബിറ്റിൻ്റെ സർഫസ് സ്പീഡ്, അതായത് ഔട്ട്സൈഡ് സർഫസിലുള്ള അല്ലെങ്കിൽ പെരിഫറൽ സ്പീഡ് എന്ന് വിളിക്കും. പ്രോപ്പറായി പറഞ്ഞാൽ പെരിഫറൽ സ്പീഡ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്പീഡ് എന്നൊക്കെ വിളിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, ഫീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു റിലേറ്റീവ് മൂവ്മെൻ്റ് ആണ് അല്ലേ. ഫീഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മൂവ്മെൻ്റ് ആണ് ബിറ്റ്വീൻ ദി കട്ടിംഗ് ടൂൾ ആൻഡ് വർക്ക് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതൊരു കോമൺ ഡെഫിനേഷനാണ്. പക്ഷെ എന്താണ് ഡ്രില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ദ ഡ്രിൽ മൂവ്സ് ഇൻ ടു ദ വർക്ക് അറ്റ് ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ സ്പിൻഡിൽ. നമ്മുടെ ഡ്രിൽ ബിറ്റ് ഓരോ വട്ടം കറങ്ങുമ്പോഴും, ആക്ച്വലി ഡ്രിൽ ബിറ്റ് എന്നല്ല പറയുന്നത്, ഇവിടെ നിന്നാണ് ഡ്രിൽ സ്പിൻഡിൽ എന്ന് പറയുമ്പോൾ ഡ്രിൽ സ്പിൻഡിൽ ഓരോ വട്ടം കറങ്ങുമ്പോഴും ആര് കറങ്ങും, നമ്മുടെ ഡ്രിൽ ബിറ്റും കറങ്ങും. അങ്ങനെ ഡ്രിൽ ബിറ്റ് ഓരോ റെവല്യൂഷനും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം നമ്മുടെ വർക്ക് പീസിലേക്ക് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആ വർക്ക് പീസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വർക്ക് പീസിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ വർക്ക് പീസിലേക്ക് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ ആ വർക്ക് പീസിൽ നിന്ന് മൂവ് ചെയ്തത്.
ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫീഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ പെർ റവല്യൂഷൻ. ഒരു റവല്യൂഷനിൽ എത്ര മില്ലിമീറ്റർ നമ്മളെ ഡ്രിൽ ബിറ്റ് നമ്മളെ വർക്കിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വർക്കിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, അതാണ് എന്ത്, ഫീഡ് എന്ന് പറയുന്നത്. സോ ഫീഡ് പെർ മിനിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, SR ഇൻറ്റു എൻ, വേറെ SR എന്ന് പറയുന്നത് ഫീഡ് പെർ റവല്യൂഷൻ, ഒരു റവല്യൂഷനിൽ എത്ര ഫീഡ് കൊടുക്കുന്നുണ്ട് ഇൻറ്റു നമ്പർ ഓഫ് റവല്യൂഷൻസ് പെർ മിനിറ്റ് ഓഫ് ദി ഡ്രിൽ, അതാണ് ഫീഡ്. നെക്സ്റ്റ് വൺ എന്താണ്, ഡെപ്ത് ഓഫ് കട്ട്. എങ്ങനെയാണ് ഡെപ്ത് ഓഫ് കട്ട്? ഡ്രില്ലിങ്ങിൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ. ഓക്കെ, നമ്മളെ ഡ്രിൽ ബിറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതിൻ്റെ പകുതി. അതായത് ഇപ്പോൾ ഡ്രിൽ ബിറ്റിൻ്റെ ഡയമീറ്റർ D ആണെങ്കിൽ D/2 ആണ് എന്ത് വരുന്നത്, D ആണ് ഡയമീറ്റർ എങ്കിൽ D/2 ആണ് എന്ത്, നമ്മളെ കട്ടിങ് ഡെപ്ത് ഓഫ് കട്ട് വരുന്നത്. ഡെപ്ത് ഓഫ് കട്ട് വരുന്നത് എന്താണ്, D/2. ഓക്കെ, അപ്പോൾ അത്രയും ഡെപ്ത് ഓഫ് കട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത്രയും മെറ്റീരിയലിനെ അതെന്ത് ചെയ്യും, അവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ഹോള് നമുക്ക് ഡ്രില്ല് ചെയ്ത് കിട്ടേണ്ടത് എന്തായാലും നോർമൽ കേസിൽ നമുക്ക് ഡ്രിൽ ബിറ്റിൻ്റെ അതേ സൈസിൽ തന്നെയായിരിക്കും നമുക്ക് ആ ഹോളും കിട്ടേണ്ടി വരാം. അപ്പോൾ ആ ഡ്രില്ലിൻ്റെ അതേ സൈസിൽ ഹോള് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് എന്താ ചെയ്യുന്നത്, ഈ ഡ്രിൽ ബിറ്റ് ഇതിൻ്റെ സൈഡിൽ നിന്ന് അല്ലേ, ഈ ഹോളിന് ഈ രണ്ട് ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, D/2 മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, D/2 മെറ്റീരിയൽ അവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ D/2 ഒരു സൈഡിൽ നിന്ന് റിമൂവ് ആവുന്ന സമയത്ത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണല്ലോ, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, D കംപ്ലീറ്റ് എന്താവും, റിമൂവ് ആവും. ഓക്കെ, അതാണ്. സോ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് ഹാഫ് ദി ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ. ഡ്രില്ലിൻ്റെ ഹാഫ് ഡയമീറ്റർ ആണ് ഇവിടുത്തെ ഡെപ്ത് ഓഫ് കട്ട്. എത്ര ഡെപ്തിലാണ് കട്ടിങ് ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ്.